ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് ആകെ ശോകമാണ്. 2021 മാർക്കറ്റിൽ ഇറങ്ങിയ ആൾക്കാരുടെയൊക്കെ പോർട്ട്ഫോളിയോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ചുവന്ന് തുടുത്തിരിക്കുന്നുണ്ടാവും. ബിറ്റ് കോയിനിൽ മാത്രമാണ് ചെറിയൊരു മൂവ്മെൻറ്റെങ്കിലും നമ്മൾ കണ്ടത്. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു മൂവ്മെൻറ്റ് തന്നെ കണ്ടു. 1,20,000 വരെ പോയിരുന്നു. പക്ഷേ മിക്ക ആൾക്കാരും ബിറ്റ് കോയിനിലൊന്നും ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഈ ബിറ്റ് കോയിൻ പോകുന്നത് കണ്ടിട്ട് ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് ഭയങ്കര വലിയ എമൗണ്ടാണ്. ഇപ്പോൾ എൻ്റെ ഒരു $500 അല്ലെങ്കിൽ $400 എൻ്റെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ബിറ്റ് കോയിൻ എത്തിട്ട് എനിക്ക് വളരെ കുറച്ചല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് $1 $2 ടോക്കൺ കുറേ വാങ്ങാം, അപ്പോൾ കുറേ കിട്ടും, അപ്പോൾ കുറേ റിട്ടേൺ കിട്ടും എന്നുള്ള രീതിയിലായിരിക്കും മിക്ക ആൾക്കാരും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അവരൊക്കെ ഒന്ന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. അതിലൊരാൾ ഞാനുമാണ്. ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പക്ഷേ വളരെ കുറച്ചായിരുന്നു. പക്ഷേ ഇപ്പം ബിറ്റ് കോയിൻ നല്ല രീതിയിൽ പോയിട്ട് അതുപോലെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ബൈ ചെയ്യണോ, സെല്ല് ചെയ്യണോ, ട്രേഡ് ചെയ്താൽ വോളറ്റൈലിറ്റി പ്രശ്നമുണ്ട്, ഏതെങ്കിലും വാങ്ങിയിട്ടാ പറഞ്ഞ മാർക്കറ്റ് ഇനിയും പോകുമെന്നറിയില്ല. സോ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സ്റ്റേക്ക് ചെയ്യുക എന്ന് പറയും. ഒരുപാട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്റ്റേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റേക്ക് ചെയ്യണത് ടോക്കൺ അല്ല. കാരണം ടോക്കൺ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുകയാണെന്നില്ല, ഏതെങ്കിലും ഓൾട്ട് കോയിൻ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വാല്യൂ ഇടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം തന്നെയായിരിക്കും. ദിവസം തോറും സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും സ്റ്റേബിൾ ആവാത്ത ടോക്കണാണ് USDT. നമുക്ക് ക്രിപ്റ്റോയിൽ ഇറങ്ങിയവർക്കാണെങ്കിൽ അറിയാം, 86-87 രൂപയൊക്കെ ഉണ്ടായിരുന്ന USDT ഇന്ന് 95-96 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. സോ USDT സ്റ്റേബിളാണ്. സോ അതിനനുസരിച്ച് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് പോകുന്നതിനനുസരിച്ച് USDT മെല്ലെ മെല്ലെ കയറുന്നുണ്ട്. ഇപ്പം ഇന്ന് നിങ്ങൾക്ക് 96 USDTക്ക് എന്തൊക്കെ വാങ്ങാൻ പറ്റുമോ? ഇനിയിപ്പോൾ നാളെ USDTയുടെ വാല്യൂ കുറഞ്ഞെന്ന് വിചാരിക്കുക, ഒരു 85 വിചാരിക്കുക. ഇന്ന് നിങ്ങൾക്ക് 96 വാങ്ങാൻ കിട്ടുന്ന സാധനം അന്ന് 85 കിട്ടും. കാരണം ഓട്ടോമാറ്റിക്കലി നമുക്ക് മൊത്തത്തിൽ GDP എല്ലാം കുറഞ്ഞതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാവുക. അപ്പം ക്രിപ്റ്റോയിൽ ഇപ്പം ബിറ്റ് കോയിനൊക്കെ ആണെങ്കിൽ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്ത ആൾക്കാർ നോക്കുകയേ ആവശ്യമില്ല. സോ അങ്ങനെയുള്ളവർക്കും നല്ല രീതിയിൽ ബാങ്കിനേക്കാളും നല്ല രീതിയിൽ റിട്ടേൺ തരുന്ന ഒരു അടിപൊളി ഓപ്ഷൻ, ഒരു ഫീച്ചർ, ഒരു എക്സ്ചേഞ്ച്, അതിന് മുൻപ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്ചേഞ്ചാണ്. ആ എക്സ്ചേഞ്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഏതാണെന്നുള്ളത് നേരെ സ്ക്രീനിലേക്ക് പോയിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച എക്സ്ചേഞ്ച് കോയിനെക്സ് ആണ്. കോയിനെക്സ് നേരത്തെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ FI രജിസ്റ്റേർഡ് അല്ല. KYC ഇല്ലാണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇതിന്റെ വെബ്സൈറ്റിൽ കയറി തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിലവില് ഒരുപാട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ് ഉണ്ട്. അതിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരുന്ന APY തരുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് USDTക്ക് കോയിനെക്സ് എന്ന് പറയുന്നത്. ഓൾറെഡി കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എടുക്കുന്നത് ജസ്റ്റ് കോയിനെക്സിനകത്ത് പോയിട്ട് ഇവിടെ ഏൺ എന്നുള്ള ഓപ്ഷനിൽ ഫ്ലെക്സിബിൾ സേവിങ്സ് ആണ്. ഫ്ലെക്സിബിൾ സേവിങ്സിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയോ? നിങ്ങളിപ്പം ഒരു മാസത്തേക്കാണ് 2 മാസത്തേക്കാണ് നിങ്ങളിൽ കുറച്ച് USDT ഉണ്ട്, 2 മാസത്തേക്ക് നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യണമെന്നില്ല. ഇപ്പം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വോളറ്റൈലിറ്റി ആണ് പ്രശ്നമാണ്, നമുക്ക് എന്താണ് മാർക്കറ്റ് എങ്ങടാ പോകണം എന്താ പോകണമെന്ന് അറിയില്ല. സോ ആ സിറ്റുവേഷനിൽ 2 മാസത്തേക്ക് നിങ്ങൾക്ക് ഫണ്ട് കയ്യിലുണ്ടെങ്കിൽ ആ 2 മാസത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്തിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സോ അതാണ് ഞാൻ പറയുന്നത്, നിലവിൽ ഏറ്റവും കൂടുതൽ USDTയിൽ ഇൻട്രസ്റ്റ് ആയിട്ട് തരുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് ഈ കോയിനെക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ നിങ്ങൾ ഓൾറെഡി BTC ആണ് വാങ്ങിയിട്ടിരിക്കുന്നത്. ഈ XMR നമ്മൾ ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല, മൊണിയറോ ടോക്കൺ ആണ്. സോ നമ്മൾ ബേസിക്കലി ഈ ഓൾട്ടിലേക്കേ പോകുന്നില്ല. ഒന്നില്ലെങ്കിൽ USDT അല്ലെങ്കിൽ BTC. USDT ആൾക്കാരുടെ ഉണ്ടാവും. സോ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ആവുന്നുണ്ട്. സോ അതിനനുസരിച്ച് USDT വാല്യൂ മാറുന്നുണ്ട്. സോ USDTക്ക് നല്ല രീതിയിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ആൾക്കാർ ഓൾറെഡി ഓൾട്ട് കോയിനൊക്കെ വിട്ട് എല്ലാം BTCയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ BTCക്ക് 10.58, 10.58% ഇൻട്രസ്റ്റ് റേറ്റ് പെർ ഇയർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇതും ഈ പറഞ്ഞ ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് മാർക്കറ്റ് ഒന്ന് മേലേക്ക് പോവുകയാണെങ്കിൽ BTC ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. കാരണം BTCയുടെ വാല്യൂ ഇനിയും കയറും. സ്വാഭാവികമായിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ വാങ്ങിയിട്ട് 2 വർഷത്തേക്കാണ് നോക്കുന്നത്. 2 വർഷത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേക്ക് ചെയ്തിട്ട് വെറുതെ കിടക്കുന്ന ടോക്കൺ ആണ്. BTC ഓൾറെഡി നിങ്ങൾ വാങ്ങിയിട്ട് ഓക്കെ ഞാൻ ഹോൾഡറാണ്, ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് BTC വെക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഫോൺ ചുമ്മാ ഇതിനകത്ത് ഇട്ടോന്നേ, BTC ഇതിനകത്ത് ഉണ്ടെന്ന് വിചാരിച്ചോട്ടെ. സോ അങ്ങനെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് 10.58% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അവർ തരുന്നത്. USDTക്കാണ് ഏറ്റവും കൂടുതൽ 13.49 പിന്നെ USDC ഉണ്ട്, എത്തീരിയം ഉണ്ട്. സോ എത്തീരിയം BTC ഒക്കെ, എത്തീരിയത്തിന് 11% ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എത്തീരിയം ഒന്നും പറയില്ല, എത്തീരിയത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ളത് ഡിജിറ്റൽ ഗോൾഡ് എന്നുള്ള പേരുള്ളത് BTC ആണ്. സ്വാഭാവികമായിട്ട് BTC USDTയും ക്രിപ്റ്റോ മാർക്കറ്റിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത 2 ടോക്കൺസ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. സേഫർ സൈഡിലേക്ക് നിങ്ങൾക്ക് USDT BTC ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ചെറിയ ടോക്കൺ ഒക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ എത്തീരിയത്തിന് 11.55 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തും ചെയ്യാം. എല്ലാം ഫ്ലെക്സിബിൾ ആണ്. അത് വളരെ നല്ലൊരു ഓപ്ഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇതിനകത്ത് തന്നെ ചെയ്യണമെന്ന് പറയുന്നതിന്റെ കമ്പാരിസൺ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഈ പേജ് കാണാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട്. ഇതിനകത്ത് കണ്ടു ഓരോ എക്സ്ചേഞ്ചിലും അവരുടേതായ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പം 500 USDT, അതായത് നമ്മുടെ 500 ഏകദേശം 45,000 രൂപ എടുത്ത് കൂട്ടിക്കും നിങ്ങൾ. ഈ 45,000 രൂപയ്ക്കുള്ള USDT നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർ ഇയർ കോയിനെക്സിനകത്ത് മാത്രം 66 USDT അപ്രോക്സിമേറ്റ്ലി 67 USDT ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ പോകാം. ഇതിപ്പോ ഞാൻ കമ്പാരിസൺ ചാർട്ടാണ്. കോയിനെക്സ്, ബൈനാൻസ്, ബിഗ്ഗെറ്റ്, ബിൻഎക്സ്, KuCoin, FIU എല്ലാം എന്നുള്ള ഒരു പ്ലസ് ആണ്. എങ്കിൽ പോലും FIU വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റിലേക്ക് പോകാം. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹയർ റേറ്റിംഗ് തരുന്നത് ഈ പറഞ്ഞ കോയിനെക്സ് ആണ്. ഈ 500 USDT നോക്കുമ്പോൾ എങ്ങനെയാണ്, നിങ്ങളുടെ ഇപ്പോൾ ഒരു 1000 USDT ആണ് നോക്കാം, കംപ്ലീറ്റ്ലി പിക്ചർ ചേഞ്ച് ആവും.
$1000 ആണ് നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബൈനാൻസിനകത്ത് നിങ്ങൾക്ക് ഒരു വർഷം 69 കിട്ടുള്ളൂ. എന്നാൽ കോയിനെക്സിനകത്ത് നിങ്ങൾക്ക് 83.60, അതായത് നല്ല രീതിയിലൊരു മാറ്റം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത്രയും വലിയൊരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം കൊണ്ട് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ 1 ലക്ഷം, ഇപ്പം $1000 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 90,000 രൂപ, 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, ആ ബഡ്ജറ്റ് നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ളവർക്കാണ് ചെറിയ എമൗണ്ടിനും അത്യാവശ്യം നല്ല API കിട്ടുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ റേറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങൾ 1000 ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വലിയൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അഡ്വാൻറ്റേജസ് ഗ്രോസ് വിത്ത് ഡെപ്പോസിറ്റ് സൈസ്. കാരണം ഇതിപ്പം ഇതേ സാധനം ഒരു എത്ര ശതമാനം റിട്ടേൺ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം $500 ബൈനാൻസിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 1.22x മോർ ആണ്. അതായത് കോയിനെക്സിനകത്താണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ $500 വലിയ മാറ്റങ്ങളില്ല, 1.04 ആണ്. എന്നാൽ USDT 1000 ആണെങ്കിൽ 1.2xx വരുന്നുണ്ട്. ബിറ്റ്ഗെറ്റ് ഇതൊക്കെയാണ് നോക്കുക വേണ്ടത്. പൂക്കോയിലേക്കൊന്നും പോവേണ്ട. പൂക്കോയിനൊക്കെ പോവാണെങ്കിൽ നിങ്ങൾക്ക് 10 മടങ്ങാണ്, 10x റിട്ടേൺ ആണ് ഇവിടെ കിട്ടുന്നുണ്ടാവും ഈ USDT സ്റ്റേക്കിംഗിൽ. സോ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പം ഈ മാർക്കറ്റിൽ, സത്യം പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതിരിക്കുകയാണ്. നമുക്ക് ക്രിപ്റ്റോ മാർക്കറ്റ്, നിങ്ങൾ ഫോറക്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഒന്നും പറയില്ല, ക്രിപ്റ്റോയിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ട്രംപ് അവിടെ പോസ്റ്ററിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു മൂവ്മെന്റിൽ നമ്മുടെ USDT ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ബാങ്കിൽ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പക്ഷേ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും മാർക്കറ്റ് ആ മൂവ്മെന്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ USDT ഉള്ളത് നല്ലതാണ്. സോ അന്നേരം നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റേക്കിംഗ് ചെയ്തിട്ട് നല്ല രീതിയിലൊരു റിട്ടേൺ ഉണ്ടാക്കാൻ കോയിനെക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി FI രജിസ്റ്റേർഡ് അല്ല, അതുകൊണ്ട് അതൊരു ചലഞ്ച് ആണെങ്കിലും KYC വേണമെന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം പോസിറ്റീവാണ്. സോഫാർ ഈ ഒരു ഇത് കൊണ്ടുവരുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരുപാട് ആൾക്കാർ ഇതിൽ സ്റ്റേക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. താല്പര്യമുള്ളവർ പോയിട്ട് സ്റ്റേക്ക് ചെയ്ത് നോക്കാം. മേ ബി നിങ്ങൾ ചെറിയൊരു എമൗണ്ട് 10, 20, 30 എമൗണ്ട്, 30 USD, 50 USD ഒക്കെ നിങ്ങൾ മിനിമം ഈ പറഞ്ഞ ഫ്ലെക്സിബിൾ സേവിങ്സിലിടാം. 1 മാസം 2 മാസം നോക്കും, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വല്ലതും കിട്ടുന്നുണ്ടോ, ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഈ $30 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 9, 15, 22,700 രൂപ, ഒരു 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഒരു മാസം 2 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നിങ്ങൾ നോക്കുക, എന്നിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് പറയാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വേറെ നല്ലൊരു വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.